ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൻ്റെ നല്ല സമയത്ത് ഹോപ്പ് TV-യിലൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ അനുവദിച്ചിരിക്കുകയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവത്തിൻ്റെ സ്വഭാവം എന്ന തലക്കെട്ടോട് കൂടിയ ഭാഗമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടികൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസത്തിനായി സ്തോത്രം. പ്രത്യേകനാഥ, ഇന്ന് അടികൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എൻ്റെ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ. കേൾവിക്കാരായിരിക്കുന്ന ഓരോ പ്രിയമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. വചനം സംസാരിക്കുന്ന അങ്ങ് എൻ്റെ അടിയനെയും അങ്ങ് ശക്തീകരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അടിയൻ്റെ നാവിലൂടെ എൻ്റെ ദൈവം സംസാരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾ ചോദിച്ചു കുറവാണെങ്കിലും ധാരാളമായ നന്മ നിറയ്ക്കണം. സകലവും എൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന തലക്കെട്ടോട് കൂടിയിട്ടുള്ള ഭാഗമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ കാലം ചിന്തിക്കാനായി പോവുകയാണ്. ഇവിടെ പറയുന്നു, ദൈവം വിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്, ദൈവം സ്നേഹവാനാണ്, മഹാദയയുള്ളവനാണ്, സർവശക്തനാണ്. ഈ സ്വഭാവ ഗുണങ്ങളെല്ലാം ഉള്ള ഒരാളാണ് ദൈവം എന്ന് പറയുന്നത്. നാം ആരാധിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന, നമ്മളുടെ കാര്യങ്ങളെല്ലാം നാം അവതരിപ്പിക്കുന്ന നമ്മളുടെ പ്രിയ സ്നേഹിതനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധൻ എന്ന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരാം. ദൈവം വിശുദ്ധൻ ആണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം വായിക്കാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം. അവിടെ പ്രകാരം വായിക്കുന്നു: ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധൻ ആയിരിക്കും പോലെ നിങ്ങളും വിശുദ്ധർ ആകുവിൻ, യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധൻ ആക്കരുത്. ഒന്നുകൂടെ വായിക്കുന്നു: ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധൻ ആയിരിക്കും പോലെ നിങ്ങളും വിശുദ്ധർ ആകുവിൻ, യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നു: ഞാൻ വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധർ ആകുവിൻ. ഞാൻ വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധർ ആകുവിൻ. കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം വിശുദ്ധൻ ആണ് എന്നതിന് യാതൊരു സംശയവും നമ്മളുടെ ഇടയിലില്ല. ആരുടെ ഇടയിലും ഒരു സംശയവുമില്ല ദൈവം വിശുദ്ധൻ ആണെന്നുള്ളത്. തീർച്ചയായിട്ടും വിശുദ്ധൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വചനം പറയുന്നു, ഞാൻ വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പിൻ. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വിശുദ്ധർ ആയിരിക്കാൻ സാധിക്കുക? ഏതെല്ലാം രീതിയിലാണ് വിശുദ്ധന്മാരാകാൻ നമുക്കും സാധിക്കുക? ഇന്ന് അനേകം ആളുകളെ അല്ലെങ്കിൽ അനേകം പള്ളികളിൽ നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നത് ഓരോ വ്യക്തികളെയും വിശുദ്ധന്മാരാക്കുന്നതും അവരോട് പോയി പ്രാർത്ഥിക്കുന്നതും വിശുദ്ധരായിട്ട് അവരെ തന്നെ കണക്കാക്കുന്നതും എല്ലാം നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വിശുദ്ധനാകാനായിട്ട് സാധിക്കുക? അതും ദൈവത്തെ പോലെ തന്നെ വിശുദ്ധനാകാൻ തക്കവണ്ണം എങ്ങനെയാണ് സാധിക്കുക? ഒരു ക്രിസ്ത്യാനി ആകുക അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നാണ്. എങ്ങനെ അനുഗമിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു ഗാന്ധിയൻ ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥ ഗാന്ധിയൻ ആകുന്നത് എപ്പോഴാണ്? ഗാന്ധി കാണിച്ചു തന്നതുപോലെ, ഗാന്ധി ചെയ്തതുപോലെ അതെൻ്റെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഞാൻ യഥാർത്ഥ ഗാന്ധിയൻ ആകുന്നത്. അതുപോലെ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്തെല്ലാം എങ്ങനെയെല്ലാം ചെയ്തുവോ അതേ രീതിയിൽ ചെയ്യാൻ തക്കവണ്ണം പ്രാപ്തനാകണം. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക, നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട് പോയിരിക്കുന്ന മാതൃക അതേ രീതിയിൽ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് കോപ്പി ചെയ്ത് അതേ രീതിയിൽ നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവൻ ആണ് യഥാർത്ഥ വിശുദ്ധൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരാൻ യോഗ്യനായിട്ടുള്ളവൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഞാൻ വിശുദ്ധനാകുന്നത് പോലെ തന്നെ നിങ്ങളും വിശുദ്ധനാകണം എന്ന് വചനം പറയുന്നത് അതുകൊണ്ടാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിശുദ്ധനാകാൻ തക്കവണ്ണം സാധിക്കുക? തൻ്റെ പ്രവൃത്തിയിലൂടെ,
വിശുദ്ധനാകാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കാണിച്ചു തന്ന തൻ്റെ മാതൃക അത് പിൻപറ്റി തൻ്റെ പ്രവൃത്തിയിലൂടെ വിശുദ്ധനാകാൻ തക്കവണ്ണം സാധിക്കും. പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ സംസാരം, നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ വചന പഠനം, നമ്മളുടെ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രവൃത്തികളിലും ദൈവം വിളങ്ങുവാൻ തക്കവണ്ണം ഇടയാകുന്നവനാണ് യഥാർത്ഥ വിശുദ്ധൻ. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഇതൊരു വലിയ ഉദാഹരണമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ ഉദാഹരണമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പ്രാവർത്തികമാക്കേണ്ടത്. കാരണം കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എന്ത് കാര്യം ചെയ്താലും തന്നിൽ പിതാവിനെ വിളങ്ങിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. 5 അപ്പം 5000 പേർക്ക് പോഷിപ്പിക്കാൻ വേണ്ടി എടുത്തു, അത് കയ്യിലെടുത്തു വെച്ചു, അത് ഉയർത്തി, അത് വാഴ്ത്തി, അതും പിതാവിൻ്റെ നാമത്തിൽ. ഒരു രോഗിയെ സൗഖ്യമാക്കി, അത് പിതാവിൻ്റെ നാമത്തിൽ. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, അതും പിതാവിൻ്റെ നാമത്തിൽ. എന്തെല്ലാം കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തോ അതെല്ലാം പിതാവ് തന്നിൽ മഹത്വപ്പെടേണ്ടതിനാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. അങ്ങനെ തന്നെ ആയിരിക്കണം നാം ഓരോരുത്തരും. ഇന്ന് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളുടെ പ്രവൃത്തിയിലൂടെ വിശദീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശുദ്ധൻ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയിലൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ വിളങ്ങി കാണിക്കുന്നവരാകണം നാം ഓരോരുത്തരും. നമ്മളുടെ ജീവിതത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു നമ്മളുടെ ജീവിതത്തിലൂടെ വിളങ്ങണം. മറ്റുള്ളവർ നമ്മളുടെ ജീവിതത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണണം. മറ്റുള്ളവർ നമ്മളുടെ ജീവിതത്തിലൂടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കണം. മറ്റുള്ളവർ നമ്മളുടെ ജീവിതത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തമായി അറിയണം. അവൻ ഒരു ദൈവ പൈതലാണ്, അല്ലെങ്കിൽ അവൾ ഒരു ദൈവ പൈതലാണ്, അവളിൽ അല്ലെങ്കിൽ അവനിൽ ദൈവം ഉണ്ട് എന്ന് മറ്റൊരുത്തൻ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ദൈവത്തെ പോലെ വിശുദ്ധൻ ആകുന്നത്. കാരണം കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവികമായിരുന്നു. ആ പിതാവിനെ മുൻനിർത്തിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ സംസാരം, നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ എല്ലാ കാര്യങ്ങളും. മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ഭക്ഷണ രീതിയിലും നമ്മൾ ശാരീരികമായും വിശുദ്ധനായി മാറണം. ലേവ്യ പുസ്തകത്തിൽ ഉടനീളം പറയുന്നു ഏതെല്ലാം രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണങ്ങളെ കഴിക്കേണ്ടത്. മൃഗങ്ങളിലേക്ക് വരുമ്പോൾ കുളമ്പ് പിളർന്നതും അയവറക്കുന്നതുമായിട്ടുള്ള മൃഗങ്ങളെ മാത്രമേ ഭക്ഷിക്കാവൂ. അതിൽ പന്നിയെ തൊടരുത്, പ്രത്യേകം എടുത്തു പറയുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ദൈവം അരുത് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ചെയ്യും. ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. കാരണം പന്നി കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഒരു 99% ആളുകളും പന്നി കഴിക്കുന്നവരാണ്. കുളമ്പ് പിളർന്നതും അയവറക്കുന്നതുമായിട്ടുള്ള മൃഗങ്ങളെ മാത്രമേ ഭക്ഷിക്കാവുള്ളൂ, ആ മൃഗങ്ങളെ അറുത്ത് ഭക്ഷിക്കണം എന്നുള്ള ഭാഗത്തും അത് അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരുന്നിട്ടും ഇന്ന് 99% ആളുകളും അതിനെ നിരാകരിക്കുന്നവരാണ്, അതനുസരിക്കാത്തവരാണ്. ശരീരം കൊണ്ട് സ്വയമേ അശുദ്ധരാകുന്നവരാണ്. ചെതുമ്പലും ചിറകുമില്ലാത്ത മത്സ്യം കഴിക്കരുത് എന്ന് ദൈവം പറയുന്നു. പക്ഷേ ഇന്ന് ഏതെല്ലാം മത്സ്യം പോലിരിക്കുന്നതിനെ, വെള്ളത്തിൽ ജീവിക്കുന്നതിനെ എല്ലാം തന്നെ മനുഷ്യൻ കഴിച്ച് സ്വയം ശരീരം അശുദ്ധനാകുന്നു. വചനം പറയുന്നു, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ആ ആലയം സ്വയം അശുദ്ധനാക്കുന്നവനാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ പോലെയാണോ? ദൈവത്തെ പോലെ വിശുദ്ധനാണോ? നാം ദൈവത്തെ പോലെ വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ശാരീരികമായി വിശുദ്ധനായിരിക്കണം, നമ്മൾ മാനസികമായി വിശുദ്ധനായിരിക്കണം, നമ്മളുടെ പ്രവൃത്തിയിൽ നമ്മൾ വിശുദ്ധനായിരിക്കണം. നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ സംസാരം, നമ്മളുടെ വചന പഠനം, ഇതെല്ലാം ഒരു വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ പിതാവ് എങ്ങനെ വിളങ്ങിയോ അതേപോലെ തന്നെ എന്നിലും നിങ്ങളിലും കർത്താവായ യേശുക്രിസ്തു വിളങ്ങണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് 2000-ൽ പരം വർഷങ്ങൾക്ക് മുന്നേ കാൽവരിയുടെ ക്രൂശിൽ എനിക്കും നിങ്ങൾക്കുമായി കർത്താവായ യേശുക്രിസ്തു യാഗമായി തീർത്തത്. നമ്മളുടെ പാപങ്ങളെല്ലാം പോക്കിത്തരുന്നതിന് വേണ്ടി, നമ്മളുടെ പാപങ്ങളെല്ലാം നീക്കിത്തരുന്നതിന് വേണ്ടി ആ വിലയേറിയ രക്തം ഒരു തുള്ളി വിടാതെ എല്ലാ തുള്ളികളും നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. ആ രക്തത്തിലൂടെ നമ്മളെ ശുദ്ധീകരിച്ചു, ആ രക്തത്തിലൂടെ നമ്മളെ വിശുദ്ധീകരിച്ചു. എന്നിട്ടും
ആദാമിനും ഹവ്വയ്ക്കും തെറ്റുപറ്റി അവർ തെറ്റിപ്പോയതുപോലെ, അവർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയതുപോലെ ഞാനും നിങ്ങളും ആ വിശുദ്ധീകരണവും ആ വിശുദ്ധ പദവിയും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് തെറ്റി മാറിപ്പോകുന്നവരായിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, വചനം പറയുന്നത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ഞാൻ വിശുദ്ധൻ ആയിരിക്കും പോലെ നിങ്ങളും വിശുദ്ധർ ആകുവിൻ. ഞാൻ വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും വിശുദ്ധരാകുവിൻ. ഇനി ഹൃദയപരമായിട്ട് നമ്മൾ വിശുദ്ധരാകണം. ഹൃദയപരമായിട്ട് നമ്മൾ വിശുദ്ധരാകണം. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ ഒരു മുന്നറിയിപ്പ് നമ്മൾ കാണുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൽ നിന്ന് വിട്ടുമാറിയിട്ട് വിശ്വാസമില്ലാത്ത ഒരു ദുഷ്ടഹൃദയം ആരിലും രൂപപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നൽകി തന്നിരിക്കുന്ന വചനത്തിനായി ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവം പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൽ നിന്നും വിട്ടുമാറിയിട്ട് വിശ്വാസമില്ലാത്ത ഒരു ദുഷ്ടഹൃദയം ആരിലും രൂപപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഒരു ദുഷ്ടഹൃദയം ആരിലും രൂപപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ഒരു ദുഷ്ടഹൃദയം. എന്താണ് ദുഷ്ടഹൃദയം? നന്മ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഹൃദയമാണ് ദുഷ്ടഹൃദയം. ദൈവത്തിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്ത ഹൃദയമാണ് ദുഷ്ടഹൃദയം. ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ ജീവിതങ്ങൾ മുന്നോട്ട് നയിക്കാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഹൃദയമാണ് ദുഷ്ടഹൃദയം. എപ്പോഴും നമ്മളുടെ ഉള്ളിൽ കർത്താവായ യേശുക്രിസ്തു വസിച്ചാൽ ആ ഹൃദയം വിശുദ്ധമായി തന്നെ മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ നമ്മളുടെ ചിന്ത, ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുന്ന നമ്മളുടെ നിരൂപണങ്ങൾ, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കുമ്പോൾ, നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ ഏത് രീതിയിലാണ്? ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ എടുക്കുമ്പോൾ ആ കൽപ്പനയിൽ ആദ്യത്തെ 4 കൽപ്പനകൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കുന്നു. പിന്നീടുള്ള 6 കൽപ്പനകൾ മനുഷ്യനും തമ്മിലാണെന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. 5-ാമത്തെ കൽപ്പന പറയുന്നത്, ഞാൻ നൽകിയിരിക്കുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് ഒരു വചനം കാണുന്നു. ഇന്ന് എത്ര മക്കൾ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്ന മക്കളുണ്ട്? ഇന്ന് നമ്മൾ ലോകത്തേക്ക് നോക്കിയാൽ അനേകം മക്കളെ കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. മാതാപിതാക്കളെയും മക്കളെയും കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ അടിക്കുകയും ഇടിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന മക്കളെ കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. മക്കളുടെ കയ്യാൽ മരണപ്പെട്ടു പോകുന്ന പിതാക്കന്മാർ, മാതാക്കന്മാർ എല്ലാം നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. അപ്പനെയും അമ്മയെയും സ്വത്തിൻ്റെ പേരിൽ കൊല്ലുന്ന മക്കളെ നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? ദൈവത്തിൻ്റെ വാക്കിന് എന്ത് പ്രാധാന്യമാണുള്ളത്? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്. വ്യഭിചാരം ചെയ്യരുത് എന്നൊരു കൽപ്പന ഇരിക്കെ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ പോലും വ്യഭിചാരം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളിൽ എത്ര പേര് വിശുദ്ധന്മാരുണ്ട് എന്ന് ചിന്തിച്ചു നോക്കാം. ഹൃദയം കൊണ്ട് വിശുദ്ധരായിട്ടുള്ള എത്ര പേർ നമ്മളുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും പാടി വാഴ്ത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനമെന്ന് അവകാശപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു കൽപ്പന കാണുന്നു, വ്യഭിചാരം ചെയ്യരുത്. അതിൻ്റെ എക്സ്റ്റൻഷൻ പറയുന്നത് എന്താണ്? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ പോലും വ്യഭിചാരം ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളിൽ എത്ര പേർ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരാണ്? നമ്മളുടെ ഹൃദയങ്ങളിൽ, നമ്മളുടെ ചിന്തകളിൽ എത്ര പേരുടെ ചിന്തകളിൽ ദൈവം വിളങ്ങുന്നുണ്ട്? എത്ര പേരുടെ പ്രവൃത്തികളിൽ ദൈവം വിളങ്ങുന്നുണ്ട്? ചിന്തിച്ചു നോക്കുക. മോഷ്ടിക്കരുത് എന്നൊരു കൽപ്പന ഇരിക്കെ ഞാൻ മറ്റൊരു വ്യക്തിയുടെ ഒരു വസ്തു അവൻ അറിയാതെ എടുക്കുന്നത് മാത്രമല്ല മോഷണം. അത് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് മോഷണമെന്ന്. പല രീതിയിലുള്ള മോഷണങ്ങളുണ്ട്. അതെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര പേർ ഹൃദയശുദ്ധിയുള്ളവരാണ്? കൊലപാതകം ചെയ്യരുത്, കൊല ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഒരാളെ അടിച്ചു കൊല്ലുന്നതോ കുത്തിക്കൊല്ലുന്നതോ അല്ല കൊലപാതകം.
നമുക്ക് നമ്മളുടെ നാക്ക് കൊണ്ട് ഒരു വ്യക്തിയെ കൊല്ലുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മളുടെ നാവ് കൊണ്ട് ഒരു വ്യക്തിയെ കൊല്ലുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. നമ്മളുടെ സംസാരത്തിലൂടെ ഒരു വ്യക്തിയെ കൊല്ലുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ എത്ര പേർ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തന്ന മാതൃക ഇതൊന്നുമല്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെല്ലാം തന്നെ കർത്താവായ യേശുക്രിസ്തു അനുസരിച്ച് നമ്മളെ കാണിച്ചു തന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ കൽപ്പനകളും കർത്താവായ യേശുക്രിസ്തു അനുസരിച്ചു. 1-ാമത്തെ കൽപ്പന മുതൽ 10-ാമത്തെ കൽപ്പന വരെ വളരെ വ്യക്തമായി എല്ലാം അനുസരിച്ചു എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ വെളിപാടിൻ്റെ പ്രവചനം ഞാൻ ഒന്നുകൂടി പറയാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. വെളിപാടിൻ്റെ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയും, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പോൾ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിയാണ് വിശുദ്ധനായി ദൈവം കണക്കിടുന്നത്. ആ വ്യക്തിയാണ് വിശുദ്ധൻ ആയി ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർ. ദൈവം മോശ മുഖാന്തരം തൻ്റെ ജനത്തിന് നൽകി തന്നിരിക്കുന്ന 10 കൽപ്പനകൾ, ആ കൽപ്പനകളും ദൈവത്തിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നവനാണ് യഥാർത്ഥ വിശുദ്ധൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവായ യേശുക്രിസ്തു അതേ മാതൃക തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അനേകം ജനങ്ങളുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾ ചെയ്യും. നീ അത് ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. എന്നാൽ ചെയ്തുകൊള്ളാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും ജനം ചെയ്യുന്നില്ല എന്നുള്ളതും വളരെ നഗ്നമായിട്ടുള്ള സത്യമാണ്. ചെയ്യരുത് എന്ന് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. ഉദാഹരണം ഞാൻ ആദ്യമേ പറഞ്ഞു, പന്നി കഴിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 99% ആളുകളും പന്നി കഴിക്കുന്നവരാണ്. നീ 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം നീ സ്വസ്ഥമായിരിക്കുക. അന്ന് നീയോ നിൻ്റെ പുത്രനോ നിൻ്റെ പുത്രിയോ നിൻ്റെ വേലക്കാരനോ നിൻ്റെ വേലക്കാരത്തിയോ നിൻ്റെ കന്നുകാലികളോ നിൻ്റെ പടിവാതിക്കലുള്ള ഒരു പരദേശി പോലും ഒരു വേലയും ചെയ്യരുത്. അന്ന് നിൻ്റെ ദൈവമായ യഹോവയുടെ ശബദാകുന്നു. 6 ദിവസം നീ അധ്വാനിക്കുക, 7-ാം ദിവസം നീ സ്വസ്ഥനായിരിക്കുക. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായ ഞായറാഴ്ച തൊട്ട് കണക്കിടുമ്പോൾ 7-ാം ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ഈ 7-ാം ദിവസം ശനിയാഴ്ച ശബദ് ദൈവം ആചരിക്കാൻ ആവശ്യപ്പെടുന്നു. അത് നീ മറന്നു പോകരുത് എന്ന് ദൈവം ആവശ്യപ്പെടുന്നു. പക്ഷേ ഇന്ന് ജനമെല്ലാം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആരാധിക്കുന്നു. എവിടെയാണ് ദൈവജനത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ജനത്തിൻ്റെ ഇടയിൽ വിശുദ്ധി നമ്മൾ കാണേണ്ടത്? എവിടെയാണ് ജനത്തിൻ്റെ ഇടയിൽ വിശുദ്ധി അല്ലെങ്കിൽ ഒരു വിശുദ്ധനെ കാണേണ്ടത്? തൻ്റെ ഹൃദയം കൊണ്ട്, തൻ്റെ പ്രവൃത്തി കൊണ്ട്, തൻ്റെ സ്വഭാവം കൊണ്ട്, തൻ്റെ സംസാരം കൊണ്ട്, തൻ്റെ ചിന്ത കൊണ്ട് എവിടെയാണ് ഒരു വിശുദ്ധനെ ദൈവം കാണേണ്ടത്? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കാണിച്ചു തന്ന ഒരു മാതൃകയും പിന്തുടരാത്ത ജനത്തെയാണ് ഇന്ന് നാം കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. എന്താ പറയുന്നത്? അവൻ തൻ്റെ പതിവ് പോലെ ശബത്തിൽ പള്ളിയിൽ പോയി വായിപ്പാൻ എഴുന്നേറ്റു. യെശയ്യാവിൻ്റെ പ്രവചനൻ്റെ പുസ്തകം അവന് വായിപ്പാൻ കൊടുത്തു. വചനം വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെയെങ്കിൽ എത്ര പേർ ഈ ജനത്തിൻ്റെ ഇടയിൽ വിശുദ്ധന്മാരായുണ്ട്? എത്ര പേർ ദൈവജനത്തിൻ്റെ ഇടയിൽ വിശുദ്ധന്മാരായിട്ടുണ്ട്? ദൈവത്തെ ആരാധിക്കുകയും സത്യദൈവത്തെ ആരാധിക്കുകയും അവനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എത്ര പേർ വിശുദ്ധന്മാരായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഞാനും നിങ്ങളും അടങ്ങുന്ന സഭാസമൂഹം, ദൈവജനമേ, നാം കേൾക്കണം, നാം അറിയണം. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ കാണിച്ചു വെച്ചിരിക്കുന്ന മാതൃക അനുസരിച്ച് നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ദൈവസന്നിധിയിൽ നാം വിശുദ്ധനായി കണക്കാക്കപ്പെടുകയില്ല. ദൈവസന്നിധിയിൽ ഒരിക്കലും നാം വിശുദ്ധൻ എന്ന് എണ്ണപ്പെടുകയില്ല.
എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ കർത്താവായ യേശുക്രിസ്തു വെച്ചിരിക്കുന്ന മാതൃക തൻ്റെ പ്രവൃത്തിയിലും തൻ്റെ സംസാരത്തിലും തൻ്റെ ചിന്തയിലും തൻ്റെ പെരുമാറ്റത്തിലും തൻ്റെ ഇടപെടലുകളിലും എല്ലാം പിതാവായ ദൈവത്തെ വിളങ്ങുവാൻ തക്കവണ്ണം, പിതാവായ ദൈവം തന്നിൽ വിളങ്ങുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു ഇടയാക്കി എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലും സംസാരത്തിലും ഇടപെടലുകളിലും അതുപോലെ നമ്മളുടെ ചിന്തയിലും നമ്മളുടെ ആഹാര രീതികളിൽ പോലും കർത്താവായ യേശുക്രിസ്തു വിളങ്ങണം എന്ന് അവൻ അതിയായി ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഓരോ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ, ഓരോ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ, ഓരോ വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ അയൽവക്കക്കാരോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ കൂട്ടുകാരോട്, അതുപോലെ നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അവരുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളുടെ ജീവിതത്തിൽ വിളങ്ങേണ്ടത്? അവനൊരു ദൈവപുത്രനാണ് അല്ലെങ്കിൽ അവനൊരു ദൈവപുത്രിയാണ് എന്ന് മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് പറയേണ്ടത്? അയൽവക്കക്കാരനോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ദൈവം പറഞ്ഞതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്നറിയാമോ? കാരണം ഈ ലോകത്തിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. പലപ്പോഴും പറയും, എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്നെക്കാളധികം സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയെ ഞാൻ എന്നെക്കാളധികം സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ എന്നെക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം പറയും. പക്ഷേ ഇന്ന് ഈ ഭൂമിയിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. ഒരു ഉദാഹരണം, ഒരു കല്യാണത്തിന് പോകാനായിട്ട് നമ്മൾ ഒരുങ്ങിയാൽ നമ്മൾ ഏത് രീതിയിൽ ഒരുങ്ങിയെന്നേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. ഏറ്റവും മനോഹരമായ രീതിയിൽ ഞാൻ ഒരുങ്ങിയോ എന്നേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും മനോഹരമായിരിക്കണം ഞാൻ എന്ന ഭാവമാണ് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാം. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, നീ നിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിച്ചാൽ മതി. നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം. പക്ഷേ ഇന്ന് നമ്മളുടെ സ്വഭാവം എന്താ? അയൽവക്കക്കാരനെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളുടെ അയൽവക്കത്തുള്ളവരെ കാണുമ്പോൾ മുഖം തിരിച്ച് ദേഷ്യപ്പെട്ട് അവനോടൊരു വാക്ക് മിണ്ടാൻ പോലും തയ്യാറാവാതെ മുഖം തിരിച്ച് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ അതല്ല പ്രിയ ദൈവജനമേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയിലും ചിന്തയിലും നമ്മളുടെ സംസാരത്തിലും നമ്മളുടെ പെരുമാറ്റത്തിലും എല്ലാം കർത്താവായ യേശുക്രിസ്തു വിളങ്ങി കാണണം എന്ന് ദൈവം അതിയായി ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വിളങ്ങി കാണണമെന്ന് ദൈവം അതിയായി ആഗ്രഹിക്കുന്നു. നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു വലിയ മാതൃക ഉണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാനും മറ്റുള്ളവരോട് സംസാരിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനുമുള്ള മനസ്സുള്ള ഒരു വിശുദ്ധൻ്റെ മാതൃക നമ്മളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിന് 44-ാം വാക്യം പറയുന്നത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധൻ ആകണം. യാതൊരു ഇഴജാതിയാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അശുദ്ധമാക്കരുത്. ഒന്നിനാലും നിങ്ങളെ അശുദ്ധമാക്കരുത്. കാരണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാണ്. നമ്മളുടെ മുമ്പിലിരിക്കുന്നത് ഏറ്റവും വലിയ വിശുദ്ധൻ്റെ മാതൃകയാണ്. അതുകൊണ്ട് ആ മാതൃകയെ പിന്തുടർന്നുകൊണ്ട്, ആ മാതൃകയെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം എങ്ങനെ വിളങ്ങിയോ അതേപോലെ എന്നിലും നിങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവും പിതാവായ ദൈവവും വിളങ്ങുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ഇടയാക്കണം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും എണ്ണപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെളിപാടിൻ്റെ പ്രവചനം 14-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത് പോലെ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഞാനും നിങ്ങളും വിശുദ്ധരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധരായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.